ഞാൻ ചോദിക്കട്ടെ, യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ആസ്വാദ്യകരമായ കാഴ്ച എന്താണ്? അങ്ങ് ലോകത്ത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, കേരളത്തിൽ പലയിടങ്ങളിലും പാർട്ടി പ്രവർത്തനത്തിന് പോയിട്ടുണ്ട്. അതല്ലാതെ ഈ ഉല്ലാസയാത്രകൾ അങ്ങനെ നടത്തിയിട്ടുണ്ടോ? അങ്ങനെ അധിക യാത്ര നടത്തി പാർട്ടിക്കല്ലാതെ, ഒഫീഷ്യൽ അല്ലാതെ, യാത്രയ്ക്ക് വേണ്ടി യാത്ര? വളരെ നടത്തിയില്ല. ഒന്ന് വളരെ അപൂർവേ നടത്തിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അപൂർവമായിട്ട് നടത്തി. കാഴ്ചയിൽ ഏറ്റവും സുഖകരമെന്ന് തോന്നുന്ന കാഴ്ച എന്താ? ബീച്ചാണോ, ഈ കുന്നുംപുറങ്ങളാണോ, അഥവാ മലയോര മേഖലകളാണോ? അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലേ? അതോ അതിനിടയിൽ ചില കാഴ്ചകൾ വളരെ വിചിത്രമായിട്ടുള്ള കാഴ്ചകളുണ്ടല്ലോ. ഇപ്പോൾ ഭൂമി ഇങ്ങനെ പടർന്നൊക്കെ കിടക്കുന്ന തരത്തിലുള്ളൊരു കാഴ്ച നമുക്കത് ആശ്ചര്യം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണല്ലോ. കാഴ്ചകളാണ്. അങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോൾ ഒരു അപൂർവമാണ്. പക്ഷേ ഈ തിരക്കിനിടയിൽ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? അതെ, അതില്ല. മിക്കവാറും ഈ ഔദ്യോഗിക ചിന്തകളും ഉണ്ടാവും അല്ലേ? ശരി, നമ്മൾ പറഞ്ഞത് ഈ ശരീരഭാഷയെ കുറിച്ച്. അത് വളരെ അന്ന് ഈ ക്യാമറകളില്ലാത്ത കാലത്തായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അന്ന് തന്നെ വലിയ വാർത്തയായിരുന്നു. പൊതുയോഗത്തിൽ വെച്ച് നോട്ടീസ് കീറിക്കളഞ്ഞ, ചോദ്യം കീറിക്കളഞ്ഞ, കത്ത് കീറിക്കളഞ്ഞു എന്നുള്ളത് തന്നെ വലിയ ചർച്ചയായി മാറും. അതിലൊരു മാറ്റവും CM വരുത്തിയിട്ടില്ല. അല്ല, അത് ഒരു സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമാണ്, മറ്റൊന്നുമില്ല. അവർക്ക് ചെയ്യാൻ പാടുള്ളതേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ സിദ്ധാന്തം. പക്ഷെ അതിനെ പ്രതിപക്ഷം ധാർഷ്ട്യമായിട്ടും അഹങ്കാരമായിട്ടുമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല, അങ്ങയുടെ ശരീരഭാഷയെക്കുറിച്ച് ലേഖനം തന്നെ വന്നിട്ടുണ്ട്. അല്ലാതെ അങ്ങനെ ധാർഷ്ട്യമാണെന്ന് പറയേണ്ട കാര്യം അതിനില്ല. സാധാരണ നിലക്ക് അതെന്നെ പറ്റിയൊരു ചിത്രീകരണത്തിന് വേണ്ടി നടത്തുന്ന കാര്യമാണ്. നമ്മുടെ കേരളത്തിലെ ഒരു കൂട്ടം ഈ വലതുപക്ഷ ഭാഗത്ത് നിന്ന് കടുത്ത എതിർപ്പുകളാണല്ലോ എനിക്കെതിരെ ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ പല മുഖഭാവങ്ങളുണ്ടാകും. അതിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ വളരെ ശക്തമായി പറയുന്ന നിലക്ക് ഒരു കടുപ്പിച്ച മുഖഭാവം ഉണ്ടാകും. ആ കടുപ്പിച്ച മുഖഭാവം മാത്രം എല്ലാ ഘട്ടത്തിലും കൊടുത്താൽ നിങ്ങളൊരു കടുപ്പക്കാരനായി. അതാണ് എൻ്റെ കാര്യത്തിൽ പ്രയോഗിച്ചത്. അത് ബോധപൂർവം പ്രയോഗിക്കുകയാണ്. ഞാൻ പിന്നെ അതൊന്നും ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ ഏത് എങ്ങനെ ചിത്രീകരിച്ചാലും ജനങ്ങളായിട്ടാണ് വിലയിരുത്തുക. അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാളെയും വിലയിരുത്തുക. ആ വിലയിരുത്തലിൽ ഒരിക്കലും എനിക്ക് ഒരു നീതികേടുള്ളതായി തോന്നിയിട്ടില്ല. ജനങ്ങൾ എപ്പോഴും എന്നെ എൻ്റെ രീതിയിൽ തന്നെ വിലയിരുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. മറ്റാരുണ്ട് LDF അല്ലാതെ?